വാർത്തകളിലേക്ക്. കേരളത്തിലെ വ്യവസായ രംഗത്തെ പ്രശംസിച്ചുള്ള ശശി തരൂരിന്റെ ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ശശി തരൂർ എംപിക്കെതിരെ സ്വന്തം നേതൃത്വത്തിൽ നിന്നുപോലും ഉണ്ടായിരിക്കുന്നു. അതിനൊരു മറുപടിയുമായി ശശി തരൂർ അടക്കം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. സൂര്യഗായത്രിയുണ്ട് നമ്മളോടൊപ്പം. സൂര്യ, ഇപ്പോൾ ആ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൽ താൻ എന്താണ് ഉദ്ദേശിച്ചത്, താൻ എന്താണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് തൻ്റെ നിലവിലെ നിലപാട് എന്നുള്ളതെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നു ശശി തരൂർ എം പി. തീർച്ചയായിട്ടും കാളിദാസ്, അതായത് ഒരു നീണ്ട പ്രതികരണമാണ് ശശി തരൂർ എം പി നടത്തിയത് എന്നുള്ളതാണ്. ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കാണേണ്ടതില്ല, വികസനപരമായിട്ട് കണ്ടാൽ മാത്രം മതി എന്നുള്ള പ്രതികരണമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നടത്തിയിട്ടുള്ള പാകപ്പിഴകളിൽ താൻ വിമർശിക്കാറും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ശശി തരൂർ എം പി എടുത്തു പറയുകയാണ്. ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടാകാനുള്ള ഒരു കാരണം സംരംഭങ്ങളെ കുറിച്ച് ഉള്ള ശശി തരൂർ എം പി ലേഖനത്തിൽ കുറിച്ച കാര്യങ്ങളാണ്. അതായത് ഏകദേശം 3 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്ന കാര്യം വലിയ അഭിമാനാർഹമായ ഒരു കാര്യമായിട്ട് തന്റെ ലേഖനത്തിൽ ശശി തരൂർ എം പി കുറിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് തന്നെ ഉയർത്തുന്നത്. അതായത് മുന്നേ ഉണ്ടായിരുന്ന സംരംഭങ്ങൾക്കൊക്കെ തന്നെ പുതിയ ലൈസൻസ് നൽകിക്കൊണ്ടവയെ പുതിയ സംരംഭങ്ങളായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു നിലപാടാണ് LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് അതങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി പി രാജീവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രതികരണം വരുമ്പോൾ അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശീയ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട്. പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പാകപ്പിഴകൾ കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനു വേണ്ടിയും തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ ഈ പ്രതിപക്ഷം ഉയർത്തുന്ന കാര്യങ്ങളിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എതിർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അവരുടെ മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായ ചില വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ASSക്ക് കത്ത് നൽകുന്ന, പരാതി നൽകുന്ന ഒരു നടപടിയിലേക്ക് വരെ സംസ്ഥാന കോൺഗ്രസിന് കടക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്, വർക്കിംഗ് കമ്മിറ്റിയിലുള്ള അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ASSക്ക് നേരിട്ട് ഇത്തരത്തിലൊരു പരാതി അയക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ ഇടപെട്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം കാണണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്ന ഒരു ആവശ്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ശശി തരൂർ പറയുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലൊരു അതൃപ്തി അത് ദേശീയ നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകും, അതുകൂടി കഴിഞ്ഞിട്ട് ആ ഒരു കാര്യത്തിൽ പ്രതികരണം നടത്താമെന്നുള്ളതാണ് ശശി തരൂർ പറയുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് LDF സർക്കാർ നടത്തുന്ന, ഇതിനു മുൻപ് തന്നെ കുറെ കാലം മുമ്പായിട്ട് വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനം കേരളം ഒരുപാട് പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്തു കാണിക്കേണ്ടതായിട്ട് തന്നെയാണ് ഉള്ളത്. ഒരു കേരളീയനായിട്ട് ഉള്ള അഭിപ്രായമാണ് താൻ ആ ലേഖനത്തിൽ കുറിച്ചത് എന്നുള്ളതാണ് ശശി തരൂർ എം പി എടുത്തു പറയുന്നത് എന്നുള്ളതാണ്. ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല, ഒരു കേരളീയനായിട്ട് എടുത്താൽ മാത്രം മതി എന്നുള്ള നിലപാടാണ് ശശി തരൂർ എം പി പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ അനുമോദനം അറിയിക്കുന്നു, പ്രശംസ അറിയിക്കുന്നത് പോലെ തന്നെ സർക്കാർ ചെയ്തിട്ടുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാകപ്പിഴകളിലും താൻ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. അതുകൂടി കാണണമെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സൂര്യ, ഇപ്പോൾ KPCC AICCക്ക് കത്ത് നൽകുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴും AICCയെ വെട്ടിലാക്കിയ പ്രസ്താവന കൂടി ശശി തരൂർ എം പി നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ദേശീയ നേതാവ് അല്ലെങ്കിൽ ദേശീയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം വിമർശനം ഉന്നയിച്ച ആ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു നിലപാടിൽ ശശി തരൂർ എം പിയുടെ ആ ഒരു പ്രസ്താവനയും വലിയ വിവാദമായിരുന്നു. അതിലും ശശി തരൂർ എം പി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ആ കൊണ്ടുവന്നത് സ്വാഭാവിക നടപടിയാണ്, എന്നാൽ കൈവിലങ്ങിട്ട് കൊണ്ടുവന്നതാണ് താൻ എതിർക്കുന്നത് എന്നുള്ള തരത്തിലുമൊക്കെ പിന്നീട് ആ ഒരു വാദത്തെയും
ദേശീയ കോൺഗ്രസ് നേതാക്കൾ തള്ളുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി. അതിലും തൻ്റെ നിലപാട് വ്യക്തമാണ് ശശി തരൂർ എം പിക്ക്. തരൂർ പറഞ്ഞതും അതേ നിലപാട് തന്നെയാണ്. അതായത് ഈ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന രീതി ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് തരൂർ പറയുന്നത്. അത് തന്നെയാണ് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ തന്റെ പ്രതികരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് തരൂർ പറയുന്നത്. അതുപോലെ തന്നെ മോദിയുടെ അമേരിക്ക സന്ദർശനത്തിലും തന്റേതായിട്ടുള്ള പ്രതികരണം തരൂർ നടത്തി എന്നുള്ളതാണ്. ഭാരതത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ അദ്ദേഹം പോയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനെ ആ ഒരു രീതിയിൽ എടുത്താൽ മതി എന്നുള്ള കാര്യവും തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള വിമർശനം ആർക്ക് എതിരെയും ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു മാറ്റം വരുത്തുന്നില്ല. അതിപ്പോൾ ലേഖനത്തിന്റെ കാര്യത്തിലായാലും അമേരിക്കയിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കാര്യത്തിലായാലും ഇന്ത്യക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന കാര്യത്തിലായാലും പറഞ്ഞ നിലപാടിൽ തന്നെ തരൂർ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ മേലുള്ള ന്യായീകരണങ്ങളാണ് തരൂർ എം പി നിരത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലേഖനത്തിൽ മേലുള്ള വിമർശനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അതിനെ രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മലയാളി എന്ന തലത്തിൽ വലിയ മുന്നേറ്റം വ്യാവസായിക മേഖലയിൽ ഉണ്ടായതിലെ സന്തോഷമാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യമാണ് തരൂർ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് സൂര്യ, താൻ എഴുതിയ നിലപാടിൽ നിന്നും അണുവിട മാറുന്നില്ല എന്നുള്ളിടത്ത് തന്നെയാണ് ശശി തരൂർ എം പിയുടെ ആ ഒരു വാദം അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന വേറിട്ട് നിൽക്കുന്നത്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.